ഷൗ സാർ നമസ്കാരം. നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം നമ്മുടെ കേരളത്തിന് മാത്രമല്ല, തിരുവനന്തപുരത്തിന് മാത്രമല്ല, ലോകമെമ്പാടും വളരെ വലിയ രീതിയിൽ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ധാരാളം നിലവറകളുണ്ട്. അതിൽ എ, ബി, സി, ഡി എന്നിങ്ങനെ അതിനെ തരം തിരിച്ചിട്ടുമുണ്ട്. അതില് എ നിലവറ ഈ ഇടയ്ക്ക് തുറന്നപ്പോ, ഈ ഇടയ്ക്കല്ല, 2014 എന്റെ ഓർമ്മ, 2014 10 സംതിങ് തുറന്നപ്പോ അതിനകത്ത് നിന്ന് അമൂല്യമായിട്ടുള്ള ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന നിധിശേഖരം കിട്ടി. നിധിയല്ല, മറിച്ച് അത് ഭഗവാന്റെ സ്വത്താണ് എന്നുള്ള രീതിയിൽ പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു. ബി നിലവറ തുറന്നിട്ടുമില്ല. അപ്പോ ഈ കാര്യം പറയാനായിട്ടുള്ള കാരണം, ഇതുപോലെ നിലവറയുള്ള വേറൊരു ക്ഷേത്രം കൂടെയുണ്ട്, പൂരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിലെ പ്രശസ്തമായ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം പേറുന്ന നിലവറ, അത് ഒരു പതിറ്റാണ്ടിന് ശേഷം തുറക്കാൻ പോവുകയാണ് എന്നാണ് പല മാധ്യമങ്ങളിലൂടെയും ഞാൻ കണ്ടത്. അതായത് ജഗന്നാഥന്റെ, ബലരാമന്റെ, സുഭദ്രയുടെ ഒക്കെ രത്നങ്ങൾ പതിപ്പിച്ച അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്നറിയാനായിട്ട് സാധിക്കുന്നു. വേറൊരു കൗതുകപരമായിട്ടുള്ള കാര്യം കൂടെ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നു. ആ നിലവറ തുറക്കുമ്പോൾ അതിനകത്ത് ഭഗവാന്റെ കാവൽക്കാരനായിട്ടുള്ള നാഗങ്ങൾ ഉണ്ടെന്നും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചും ഇതേ ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ബി നിലവറ തുറന്ന് അകത്ത് കയറുമ്പോൾ അതിനകത്തും ഉഗ്ര വിഷമുള്ള സർപ്പമുണ്ടെന്നും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം കയറണമെന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. അതുപോലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലും ഉണ്ടെന്നും, അതുകൊണ്ട് ആ നിലവറയ്ക്കകത്ത് ഇറങ്ങുമ്പോൾ ഒരു പാമ്പ് പിടുത്തക്കാരൻ കൊണ്ട്, ഒരു സർപ്പന്റുമായിട്ട് മാത്രമേ അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിനകത്ത് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? നമസ്തേ ധനുഷ്. നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആ നിലവറ തുറന്നു കഴിഞ്ഞ് കാണും. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 1:28 നിലവറ തുറക്കാനുള്ള സമയം പറഞ്ഞിരുന്നത്. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ 2 മണി ആയല്ലോ. അപ്പൊ ആ നിലവറ തുറന്നിട്ടുണ്ടാവും. അതിന്റെ കൗതുകം ആളുകൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഏതായാലും ഈ പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് ASI ടീമും അതേപോലെ തന്നെ ഒരു എക്സ്പേർട്ട് പാനലുമാണ്. അതായത് ഈ നിലവറ പരിശോധിച്ച് ഇതിന്റെ ഇൻവെന്ററി തയ്യാറാക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ കോടതി നിയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പേർട്ട് പാനലും, എന്നാൽ ആ തുറക്കുന്ന അവസരം മുതലെടുത്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ, പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്, 12ാം നൂറ്റാണ്ടിൽ പണി കഴിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിൽ ധാരാളം അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ട്. ആ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വേണ്ടി ASIയുടെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ടീമും കൂടിയിട്ടാണ് ഇപ്പൊ അതിനകത്ത് കയറുന്നത്. ഇവര് കയറുന്നതിന് മുൻപായിട്ട് ഒരു സർപ്പൻ ക്യാച്ചർ അല്ലെങ്കിൽ ഒരു സ്നേക്ക് ക്യാച്ചറെ ആദ്യം അയക്കുന്നുണ്ട്. ആദ്യം ഈ സ്നേക്ക് ക്യാച്ചർ പോയിട്ട് വല്ല പാമ്പും ഉണ്ടെങ്കിൽ പാമ്പിനെയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ ഈ വിദഗ്ധന്മാർ അകത്ത് കയറുള്ളൂ. അപ്പൊ അതൊരു വിശ്വാസമല്ല, അങ്ങനെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് പൂട്ടിക്കിടക്കുന്ന നിലവറ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെയല്ല, ഈ നിലവറ, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിലവറ 1978 തുറന്നിട്ടുണ്ട്. പക്ഷെ 46 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തുറക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിനുള്ളിൽ പല ദ്വാരങ്ങളിലൂടെയൊക്കെ നാഗങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടാവാം. പിന്നെ ഈ നിധിക്ക് കാവലായിട്ട് നാഗം നിൽക്കുന്നുണ്ട് എന്നൊരു പ്രബലമായിട്ടുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു നാഗം കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ പാമ്പ് പിടുത്തക്കാരനെ പെട്ട് അതിനെ പിടിക്കാൻ പറ്റൂല കേട്ടോ. അത് വേറെ പ്രശ്നമാണ്. അതല്ലാത്ത വല്ല പാമ്പും ഉണ്ടെങ്കിൽ വല്ല വല്ല പൊത്തിലൂടെയോ വല്ല ഓട്ടയിലൂടെയൊക്കെ വല്ല പാമ്പ് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആ പാമ്പിനെ പിടിക്കണമെന്നുണ്ട് ആദ്യം ഒരു സർപ്പൻ ക്യാച്ചർ അവർ ആദ്യം അകത്ത് അയച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മാത്രമല്ല, വിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ നിലവറകളും നിലവറകൾക്കുള്ളിൽ നിധിയും കാണുന്നുണ്ട്. ഇതിനെ ട്രഷർ അല്ലെങ്കിൽ നിധി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പാർലൻസിൽ ശരിയല്ല. കാരണം നിധി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം, ഒരു വലിയ സമ്പാദ്യത്തിന്റെ നിക്ഷേപം അവിടെ ഉണ്ട് എന്ന് ആരും അറിയാതിരിക്കുകയും യാദൃശ്ചികമായിട്ട് ഇത് കണ്ടെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് ട്രഷർ ആവുന്നത്. ട്രഷർ ആവുമ്പോൾ ട്രഷറിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം സ്റ്റേറ്റിനാണ്. ഇപ്പോ ധനുഷിന് എവിടെയെങ്കിലും വെച്ചിട്ട് യാദൃശ്ചികമായിട്ടൊരു നിധി കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ധനുഷിന് ആ നിധി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന്റെ ഉടമസ്ഥൻ സർക്കാരായിരിക്കും. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ട്രഷർ ട്രൗസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സമ്പാദ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ വളരെ ബോധപൂർവം നിർമ്മിച്ചിട്ടുള്ള ഒരു പദാവലിയാണ്, വളരെ ബോധപൂർവം നിർമ്മിച്ചിട്ടുള്ള ഒരു പദാവലിയാണ് നിധി എന്നത്. യഥാർത്ഥത്തിൽ ഇത് നിധിയല്ല, ഇത് നിക്ഷേപമാണ്, ഇത് ട്രഷർ അല്ല. ഇത് ക്ഷേത്രത്തിന്റെ നീക്കിയിരിപ്പാണ്. അത് ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയൊന്നുമല്ല. അത് കൃത്യമായിട്ട് ഒരു നിലവറ നിർമ്മിച്ച് ആ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയും കാലാകാലം അതുമായി ബന്ധപ്പെട്ട് ആ നിലവറ തുറന്ന് പരിശോധിച്ച് അതിന്റെ കണക്കെടുക്കുകയും ഇൻവെന്ററി തയ്യാറാക്കുകയും ഈ കണക്കുകൾ സൂക്ഷിക്കുകയും പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബി നിലവറയുടെ കാര്യം, ബി നിലവറ മാത്രമേ 1880 ശേഷം തുറക്കാതിരുന്നിട്ടുള്ള ഒരു നിലവറയുള്ളൂ. അതല്ലാത്ത നിലവറകൾ, ഇപ്പൊ A മുതൽ H വരെയുള്ള 8 നിലവറകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. അതില് ഈ GH എന്ന് പറയുന്ന അവസാനത്തെ 2 നിലവറ
അമിക്കസ് ക്യൂരി ആയിട്ടുള്ള ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ രണ്ട് നിലവറയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. കാരണം അത് മറഞ്ഞു പോയിരുന്നു. മതിലകം രേഖകളിലൊക്കെ ധാരാളം പേജസ് മിസ്സിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഉം. രേഖകൾ ധാരാളം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഈ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എ മുതൽ ബി ഒഴിച്ച് ജി വരെയുള്ള നിലവറകൾ കാലാകാലങ്ങളിൽ തുറക്കുന്നതായിരുന്നു. 1931 തുറന്നിട്ടുണ്ട്, 2000 തുറന്നിട്ടുണ്ട്, 2011 തുറന്നിട്ടുണ്ട്. ഇപ്പൊ എ നിലവറ തുറന്ന് പരിശോധിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ ഏതാണ്ട് 2 ലക്ഷം കോടിയോടടുത്ത് മൂല്യം വരുന്ന സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾസ് 1 ലക്ഷത്തിന് മേലെ ആർട്ടിക്കിൾസ് മാത്രം കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 800 കിലോഗ്രാം ഭാരം വരുന്ന സ്വർണ്ണ നാണയങ്ങൾ, ഏതാണ്ട് 2 ലക്ഷം നാണയങ്ങൾ, അതേപോലെ തന്നെ 60,000-ഓളം രത്നക്കല്ലുകൾ. അതിൽ ഈ ഗോപാൽ സുബ്രഹ്മണ്യം പറയുന്നത് ഒരു പെരുവിരലിന്റെ വലിപ്പമുള്ള ഏതാണ്ട് 2.5 മുതൽ 5 കോടി രൂപ വരെ മൂല്യം വരുന്ന 200-ലേറെ രത്നങ്ങൾ, പേൾസും റൂബീസും അവിടെ നിന്ന് കണ്ടെടുത്തു എന്നൊക്കെയാണ്. അപ്പൊ അത്രയേറെ സമ്പാദ്യം അവിടെ ഉണ്ട്. ഇതിനെല്ലാം രേഖകളും ഉണ്ട്. ഇതൊന്നും യാദൃശികമായിട്ട് വന്നല്ല. ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നുമായി ബന്ധപ്പെടുത്തി കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിക്ഷേപമാണ്. അതല്ലാണ്ട് ഇത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അല്ല. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അവരുടെ ട്രഷറി വേറെയും, അതിന് മറ്റൊരു പേരാണ് പറയാ, മറ്റെന്തോ ഒരു പേരാണ്, രാജനിലവറ എന്താണ് പറയാ. ഈ ക്ഷേത്രത്തിന്റെ ഇതിന് ശ്രീഭണ്ഡാരം എന്നൊക്കെയാണ് പറയുക. ഇത് രണ്ടായിട്ട് തന്നെ രേഖകളിൽ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊരു കാരണവശാലും നിധിയല്ല. തന്നെയല്ല, വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈഷ്ണവ ക്ഷേത്ര നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈഷ്ണവാഗമങ്ങളിൽ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് സമ്പാദ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടി നിലവറകളും അല്ലെങ്കിൽ എന്താണ് നിധിയറകളും ഒക്കെ നിർമ്മിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് വൈഷ്ണവ ക്ഷേത്ര നിർമ്മാണ പദ്ധതിയുടെ ഭാഗമാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ധനികൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. ലോർഡ് വിഷ്ണു ഇസ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ മാൻ എന്നുള്ള പ്രയോഗത്തിൽ മാത്രമേ തെറ്റുണ്ടാവുള്ളൂ. ബാക്കി പ്രയോഗം മുഴുവൻ ശരിയാണ്. കാരണം നോക്കൂ, നിങ്ങൾ ഈ ഫോർബ്സ് പട്ടിക എടുത്തിട്ട് അതിൽ കാണുന്ന വലിയ കോടീശ്വരന്മാരുടെ മുഴുവൻ പേരെടുത്ത് നോക്കൂ. ഇതാ ഗൗതം അംബാനി, ഗൗതം അദാനിയുടെ സമ്പാദ്യം എത്രയാ? 7 ലക്ഷം കോടി രൂപയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറ തുറന്നാൽ മാത്രം ഇതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാവും ചിലപ്പോൾ. ബി നിലവറ നമുക്ക് തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ ഉള്ളിൽ എന്തായിരിക്കുന്നത് നമുക്ക് അറിയില്ല. നിലവറയിൽ നിന്ന് മാത്രം നമുക്ക് 2 ലക്ഷം കോടി രൂപയുടെ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എച്ച് വരെയുള്ള നിലവറകൾ കിടക്കുന്നുണ്ട്. ഇതിന്റെ ഇൻവെന്ററി പോലും പൂർത്തിയായിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും ധനമുള്ള, ഏറ്റവും പണമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി തിരുമല ദേവസ്ഥാനം, TD ദേവസ്വം എന്ന് പറയില്ലേ, നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി തിരുമല. തിരുപ്പതി 108 ദിവ്യദേശങ്ങളിൽ പറയുന്ന സ്ഥലമാണ് തിരുപ്പതി തിരുമല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഒരു 108 ദിവ്യദേശത്തിൽ പെടുന്ന സ്ഥലമാണ്. അവിടെ 2 നിലവറകളുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ. അതായത് ശംഖനിധി എന്നും പത്മനിധി എന്നും പറയുന്ന 2 നിധികളുണ്ട്. നിധി എന്നുള്ളത് ആൻഷ്യന്റ് ആയിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ഞാൻ ഈ ട്രഷർ എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്, ഭഗവാന്റെ സ്വത്ത് എന്നുള്ള അർത്ഥത്തിലാണ് നിധി എന്ന് പറയുന്നത്. അപ്പൊ മൂകാംബിക ക്ഷേത്രത്തിൽ ശ്രീനിധി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ശ്രീകോവിലിന്റെ നേരെ പുറകിലായിട്ട് ഒരു സർപ്പത്തിന്റെ ചിഹ്നമുണ്ട്. ആ സർപ്പത്തിന്റെ ചിഹ്നത്തിൽ ആൾക്കാർ തൊട്ട് പ്രാർത്ഥിക്കും. അതെന്താന്ന് വെച്ചാൽ അത് ഭഗവതിയുടെ ശ്രീനിധിയാണ് എന്ന്. ആ നിധിയുടെ കാവൽക്കാരായിട്ടാണ് അവിടെ സർപ്പത്തിനെ സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തിരുപ്പതിയിൽ ശംഖനിധി എന്നും പത്മനിധി എന്നും പറയുന്ന 2 നിധികളുണ്ട്. ഈ നിധികളുടെ കാവൽക്കാരായിട്ടുള്ള 2 ദ്വാരപാലകന്മാർ ക്ഷേത്രത്തിന്റെ തൂണിൽ തന്നെ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പുരി ജഗന്നാഥ ക്ഷേത്രം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇപ്പൊ ഇന്ന് തുറക്കുന്ന ഭണ്ഡാരത്തിന്റെ പേര് രത്നഭണ്ഡാർ എന്നാണ്. രത്നഭണ്ഡാർ എന്ന് പറഞ്ഞാൽ രത്നത്തിന്റെ ഭണ്ഡാരം എന്നർത്ഥം. അതിന് 2 അറകളാണ് അത്ര ഉള്ളത്. ഒന്ന് ബാഹർ ഭണ്ഡാരും ഒന്ന് ബിന്ദർ ഭണ്ഡാർ. അതായത് ഒന്ന് അകത്തെ നിലവറ, ഒന്ന് പുറത്തെ നിലവറ. പുറത്തെ നിലവറ മാത്രമേ ഇപ്പോഴും ഇപ്പൊ തുറക്കുന്നുള്ളൂ. അകത്തെ നിലവറയ്ക്കുള്ളിലുള്ള നിക്ഷേപത്തിന്റെ കണക്ക് അറിയില്ല. ഏറ്റവും അവസാനം മറ്റേ ഒഡീഷയിലെ നിയമമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ ഓഡിറ്റിൽ 1978 നടത്തിയിട്ടുള്ള ഓഡിറ്റിൽ ഏതാണ്ട് 12,800 ഭാര സ്വർണം. ഭാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പവൻ എന്ന് പറയുന്നതിന് പകരമായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു കണക്കാണ്. ഒരു ഭാര എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12 ഗ്രാം സ്വർണ്ണമാണ്. അങ്ങനെ 12,800 ഭാര സ്വർണം, അതായത് 1,50,000 ഗ്രാം സ്വർണം. ഇന്നത്തെ കണക്ക് പ്രകാരം 100 കോടി രൂപയ്ക്ക് മുകളിൽ വില മതിക്കും അത്. അതേപോലെ തന്നെ 22,800 ഭാര വെള്ളി ആ കാലഘട്ടത്തിലെ പരിശോധനയിൽ കണക്കെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മുഴുവൻ കണക്കല്ല ഇത്. അപ്പോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം ആ ക്ഷേത്ര പദ്ധതിയുടെ ഭാഗമായി തന്നെ, കാരണം വിഷ്ണു എന്ന് പറയുന്നത് ഗോഡ് ഓഫ് വെൽത്ത് ആണ്, സമ്പത്തിന്റെ നാഥനാണ്. എന്താണ്, മഹാലക്ഷ്മിയുടെ ഭർത്താവാണ്. മാധവൻ എന്നാണ് പറയുക, വായുടെ ധവൻ. വായുടെ ധവൻ എന്ന് പറഞ്ഞാൽ എന്താ? മഹാലക്ഷ്മിയുടെ ഭർത്താവ്, മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തിന്റെ ദേവത, ഗോഡസ് ഓഫ് പ്രോസ്പെരിറ്റി ആണ്. സമ്പത്തിന്റെ ഒരുപാട് നിഗൂഢതകളും നിലനിൽക്കുന്നുണ്ടല്ലോ കേട്ടോ. അതായത്
2018 ഈ ക്ഷേത്രത്തിൽ ഈ നിലവറ തുറക്കാൻ പോയെന്നും പക്ഷെ ആ സമയത്ത് ഇതിന്റെ താക്കോല് കാണാതായെന്നും 2018 പ്രശ്നം വെച്ച ഉം. ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ള രീതിയിലുള്ള വലിയ കഥകൾ വരുന്നുണ്ട്. ഇതൊക്കെ നടന്ന സംഭവങ്ങൾ തന്നെയാണോ? നടന്ന സംഭവങ്ങളാണ്. നമുക്ക് ഈ പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവാരാധനാ കേന്ദ്രമാണ്. വൈഷ്ണവാരാധനാ കേന്ദ്രം എന്നല്ല, ഉം. ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. അപ്പൊ നമ്മൾ ചാർ ധാമങ്ങൾ എന്ന് പറയും, രാജ്യത്തുള്ള 4 പ്രധാനപ്പെട്ട ധാമങ്ങൾ, ചതുർധാമങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ദ്വാരക ഗുജറാത്തില്, ഒന്ന് വടക്കേ ഇന്ത്യയില് ബാദ്രി, മറ്റേ ഈ കിഴക്കേ ഇന്ത്യയില് നമ്മുടെ പുരി ജഗന്നാഥ്, കേദാർനാഥ്, തെക്കേ ഇന്ത്യയില് പുരി രാമേശ്വരം. രാമേശ്വരം. ഈ ജഗന്നാഥ്. 4 ക്ഷേത്രങ്ങളെയാണ് നമ്മൾ ചാർധാമങ്ങൾ എന്ന് പറയുന്നത്. ഈ പുരി ജഗന്നാഥ ക്ഷേത്രം എല്ലാ ഹൈന്ദവ ആചാര്യന്മാരും സന്ദർശിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. നമ്മുടെ ഉം. എന്താ പറയാ, ഏത് സിദ്ധാന്തത്തിന്റെ വക്താവായിട്ടുള്ള ആചാര്യനാണ് ഈ ശങ്കരാചാര്യ സ്വാമികളെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ 4 ആശ്രമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആശ്രമം പുരി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗോവർദ്ധന മഠം എന്ന് പറയുന്ന മഠം പുരി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദ്വൈത സിദ്ധാന്തത്തിന്റെ മാധവാചാര്യർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. വല്ലഭാചാര്യൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. വല്ലഭാചാര്യൻ അവിടെ ഇരുന്നുകൊണ്ട് ഭാഗവതം വായിച്ചിട്ടുള്ള സ്ഥലത്തിനാണ് ഭൈട്ടക് ജി എന്ന് പറയാം. അവിടെ ഇപ്പോഴും ഭക്തര് പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. രാമാനുജൻ അവിടെ പോയിട്ട് ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. ഗൗഡിയ വൈഷ്ണവിസത്തിന്റെ പ്രധാന നേതാവായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു 24 വർഷം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന ആളാണ്. അപ്പോ പുരി ഉം. ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 4 പ്രധാന കേന്ദ്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈസ്റ്റേൺ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടുത്തെ വിഷ്ണു അല്ലെങ്കിൽ അവിടുത്തെ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു സ്വയമേവ ഒരു ഒമ്നിപൊട്ടന്റ് ദൈവസങ്കല്പമായി മാറിയിട്ടുള്ളതാണ്. അപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പം രാജ്യത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടോ അവിടെ എല്ലാം തദ്ദേശീയരായിട്ടുള്ള ജനതയ്ക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടേതായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂർത്തി പദ്ധതിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ, നമുക്ക് പരിചയമായിട്ടുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറയുന്ന കുട്ടിയായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ. കുറുമ്പനായിട്ടുള്ള ഒരു ബാലകനായിട്ടുള്ള ഭാവത്തിലാണ്. ഗുരുവായൂരപ്പനൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മായോൻ എന്ന് പറയുന്ന ഭാവത്തിലാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കാണുന്ന വിത്തല, വിത്തോഭ എന്നൊക്കെ പറയുന്നതാ. നമ്മൾ ഗുജറാത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കാണുന്നത് ദ്വാരകാധീശ്. ദ്വാരക എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുന്ന സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള രാജാവായിട്ടുള്ള കൃഷ്ണനെയാണ് നമ്മൾ ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ കാണുന്നത്, ദ്വാരകാധീശ്. അതേപോലെ തന്നെ നമ്മൾ UP-യിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മഖൻ ചോർ, കന്നയ്യ എന്നൊക്കെയുള്ള തരത്തിലാണ്. ഉം. അതേപോലെ നമ്മൾ ഈ പറയുന്ന ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ, ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പുരിയിലെ ജഗന്നാഥ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള കൃഷ്ണ സങ്കല്പമാണ്. ജഗന്നാഥിസം എന്ന് പറയുന്ന ഒരു മതം തന്നെയുണ്ട്. ജഗന്നാഥനെ മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. പണ്ട് ഹിന്ദു ധർമ്മത്തിനുള്ളിൽ പല ശക്തികളായി തിരിഞ്ഞു നടന്നിരുന്ന സമയത്ത് ശൈവ, വൈഷ്ണവ, ഗാണപത്യ, സൗര, കൗമാര എന്നൊക്കെ പറയുന്ന പോലെ ജഗന്നാഥിസം, ജഗന്നാഥനെ മാത്രം ആരാധിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. ജഗന്നാഥൻ ശൈവരുടേതാണെന്നും വൈഷ്ണവരുടേതാണെന്നും അല്ല ശാക്തേയരുടേതാണെന്നും ഒക്കെയുള്ള തർക്കങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര പദ്ധതിയാണ് അത്. മാത്രമല്ല ഒരു വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ക്ഷേത്ര നിർമ്മാണ ശൈലിയൊക്കെയാണ് അവിടെ അനുവർത്തിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ നഗര ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ, ചാലൂക്യ ആർക്കിടെക്ചറിലെ നഗര ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള നിർമ്മാണങ്ങൾ നമ്മൾ കാണുന്നത് ഒഡീഷയിലാണ്. ഉം. അപ്പോ അതിന്റെ ഒരു ഏറ്റവും ഭംഗിയുള്ള അവിടുത്തെ കൃഷ്ണന്റെ വിഗ്രഹം കണ്ടിട്ടുണ്ടോ? നമ്മൾ ബാക്കി എവിടെയും കാണുന്ന പോലെയല്ല, മരത്തില്, അതായത് വേപ്പിന്റെ മരത്തിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചതുരത്തിലായിരിക്കും വിഗ്രഹം ഉണ്ടാവുക. കഴുത്തുണ്ടാവില്ല, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല, മുഖത്തിനൊരു ചതുരം, ഉടലിനൊരു ചതുരം. അതാണ് അതിൽ 2 അത് സിമ്മട്രിക് ഞാൻ ആയിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചത്. വല്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഗ്രഹമാണ്. കണ്ടാൽ അത് പെട്ടെന്ന് കൃഷ്ണനാണെന്ന് തോന്നുകയില്ല, പറയുകയില്ല. അത്തരത്തിലൊരു ഒരു ഒരു വല്ലാത്തൊരു മുഖമാണ്. അത് എന്താന്ന് വെച്ചാല് അനാദിയും അനന്തവുമായിട്ടുള്ള ആ കൃഷ്ണഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രൂപരഹിതമായിട്ടുള്ള അനാദിയായിട്ടുള്ള ഈശ്വര സങ്കല്പത്തെയാണ്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ പ്രദേശത്ത് നീലമാധവൻ എന്നുള്ള പേരിൽ, അതായത് ഇന്ദ്രനീല കല്ലിന്റെ നിറമുള്ള ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും ഈ രൂപത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇന്ദ്രദ്യുമ്നൻ എന്ന പേരുള്ള ഒരു രാജാവ് അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായി. ഇനി രൂപരഹിതനായിട്ടുള്ള ഭാവത്തിലാണ്, സ്വർഗാരോഹണം കഴിഞ്ഞതുകൊണ്ട് ഇനി രൂപമുള്ള ഭാവത്തിലല്ല, ഇനി രൂപരഹിതമായിട്ടുള്ള ഭാവത്തിൽ അനാദിയായിട്ടുള്ള വിഷ്ണുവായിട്ടാണ് എന്നെ ആരാധിക്കേണ്ടതെന്ന്. അങ്ങനെ പുഴയിലൂടെ ഒഴുകി വന്നിട്ടുള്ള വേപ്പിന്റെ മരം, ആ മരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രൂപം ഉണ്ടാക്കിയത്. അത് താന്ത്രികമായിട്ട് നിങ്ങൾ ഈ തന്ത്രത്തിലുള്ള ഈ ശ്രീചക്രം പോലെയുള്ള യന്ത്ര പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു യന്ത്ര പദ്ധതിയോട് സാദൃശ്യമുള്ള രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹഭാവങ്ങൾ ഇരിക്കുന്നത്. അവിടെ 3 വിഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്.
ഒന്ന് ജഗന്നാഥ് എന്ന് പറയുന്ന ശ്രീകൃഷ്ണനുണ്ട്, അതേപോലെ തന്നെ ബലഭദ്രൻ എന്ന് പറയുന്ന ബലരാമനുണ്ട്, സുഭദ്ര എന്ന് പറയുന്ന ഇവരുടെ രണ്ടാളുടെയും സഹോദരിയായിട്ടുള്ള സുഭദ്രയുണ്ട്. മൂന്ന് വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. തിരിച്ചറിയാൻ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിലിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്, വെളുത്ത നിറത്തിലിരിക്കുന്നത് ബലരാമനാണ്, മഞ്ഞ നിറത്തിലിരിക്കുന്നത് സുഭദ്രയാണ്. ബാക്കിയെല്ലാം ഈ സിമട്രി ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇരിക്കുക. അപ്പൊ അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണ ശൈലി ആ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ ആചരണങ്ങൾ, അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് രഥയാത്രയാണ്. നിങ്ങൾ അറിയോ, ഈ ഇംഗ്ലീഷിൽ ജഗർനോട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ജഗർനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസ്റ്റോപ്പബിൾ ഫോഴ്സ്, നമുക്ക് ആർക്കും തടയാൻ സാധിക്കാത്ത, എന്തെതിരെ വന്നാലും അതിനെ മുഴുവൻ തച്ച് തകർത്ത് അതിനെ മുഴുവൻ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അൺസ്റ്റോപ്പബിൾ ഫോഴ്സിനെയാണ് ജഗർനോട്ട് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജഗർനോട്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് യഥാർത്ഥത്തിൽ ജഗന്നാഥ് എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. ഈ 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ബ്രിട്ടീഷുകാര് ഈ ജഗന്നാഥന്റെ രഥോത്സവം കണ്ടപ്പോ ഈ ഇത്രയും കമനീയമായിട്ടുള്ള രഥം ഇത്രയും ആളുകൾ വലിച്ചോണ്ട് നീങ്ങുകയാണ്, നഗരത്തിലൂടെ ഇങ്ങനെ നീങ്ങുകയാണ്, അതിന്റെ എതിരെ എന്ത് വന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ രഥം മുന്നോട്ട് പോവാണ്. അതിനെതിരെ എന്ത് സാധനം വന്നാലും ആ രഥം നിൽക്കുന്നില്ല, രഥം ഇതിനെല്ലാം മെതിച്ച് മുന്നോട്ട് പോവാണ്. ഇതിൽ നിന്നാണ് എതിരെ വരുന്നതിനെ മുഴുവൻ ക്രഷ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ജഗർനോട്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉണ്ടായത്. അപ്പോ ജഗന്നാഥ രഥോത്സവം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള കണ്ടിരിക്കേണ്ട ഒരു ഉത്സവമാണ്. അങ്ങനെ പല നിലകളിലും വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. താന്ത്രികമായിട്ടുള്ള പദ്ധതിയിലാണെങ്കിലും വൈഷ്ണവിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിരുപ്പതിയിലെ ക്ഷേത്രം ആയിക്കോട്ടെ, ഇതൊക്കെ ദിവ്യദേശമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ വൈഷ്ണവിസത്തില് ഈ ദിവ്യദേശം എന്ന് പറയുന്നത് 108 ദിവ്യദേശ പ്രബന്ധങ്ങളിൽ തന്നെ പറയുന്ന അഭിമാന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന വേറെ ക്ഷേത്രങ്ങളുണ്ട്. ദിവ്യദേശമല്ല, പക്ഷെ അഭിമാന ക്ഷേത്രങ്ങളാണ്. എന്താണ് നിർബന്ധമായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളാണ്. അങ്ങനെ തന്നെ അഭിമാന ക്ഷേത്രമായിട്ടാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ പരിഗണിക്കുന്നത്. അപ്പോ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു നിലവറ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വൈഷ്ണവ ഇപ്പൊ ദ്വാരകയില് വലിയ സ്വർണ്ണ രത്ന നിക്ഷേപമുണ്ട്, നിലവറയുണ്ട്. ഈവൻ ഗുരുവായൂർ അമ്പലത്തിലുണ്ട്. അത് നമുക്കിപ്പോ അത് അറിയില്ല, എവിടെയാണ് ആ സംഭവം നിൽക്കുന്നത് എന്നുള്ള അറിയില്ല. എനിക്കൊരു കൗതുകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരാള് എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ ഒന്ന് കാണണം, വളരെ രഹസ്യമായിട്ടുള്ള ഒരു വിവരം പറയാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കാണാനൊരു സമയം കൊടുത്തു. അപ്പൊ അദ്ദേഹം ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നു. കാറിലാണ് വന്നത്. കണ്ടാൽ വളരെ മാന്യനായിട്ടുള്ള ഒരു 10-60 വയസ്സ് തോന്നുന്ന ഒരാളാണ്. അദ്ദേഹം വിദേശത്ത് എവിടെയും ജോലി ചെയ്യായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ലൈഫിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിധി എവിടെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. പക്ഷെ അതിപ്പോ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനൊന്നും അവർക്ക് വിശ്വാസമില്ല. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി തന്നെ കൈക്കലാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് വിശ്വാസമുള്ള, അതായത് ഇയാൾക്ക് തലമുറയായിട്ട് കൈമാറി കിട്ടിയിട്ടുള്ള ഒരു വിവരമാണത്. അദ്ദേഹം അത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതൊരു പെൻഡ്രൈവില് അതിന്റെ മാപ്പും പ്ലാനും അതുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ആ നിധിയിലേക്ക് പോകുക എന്നൊക്കെ പറയുന്ന കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോ ഈ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കൈമോശം വന്ന് പോകുന്ന അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് അതുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഇത് സത്യമാണോ നുണയാണോ, ഇത് എന്നെ ആരെങ്കിലും കളിപ്പിച്ചതാണോ എന്ന് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ ആ വിവരം എന്റെ കയ്യിലുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിധി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, നിക്ഷേപം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടല്ലോ, അത് ആഗമങ്ങളിൽ തന്നെ ഉള്ളതാണ്. ആ ക്ഷേത്ര നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആഗമങ്ങളിൽ തന്നെ ഉള്ളതാണ്. എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും സമാനമായിട്ടുള്ള നിക്ഷേപങ്ങളും നിധികളും ഉണ്ടാവും. സമ്പത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ മഹാവിഷ്ണു ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള ഈശ്വരൻ മഹാവിഷ്ണുവാണ്. ഈ ഒരു കാര്യം കൂടെ പട്ടികയിലുള്ള ആദ്യത്തെ 4 പേരും മഹാവിഷ്ണു തന്നെ ആയിരിക്കും എന്ന് പറയാം. ആദ്യം തിരുമല ദേവസ്ഥാനം, പിന്നെ ശ്രീപത്മനാഭസ്വാമി, പിന്നെ ദ്വാരകാധീശ്, പിന്നെ പുരി ജഗന്നാഥ്, പിന്നെ ഇനിയിപ്പോ ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അംബാനിയോ അദാനിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പറയാം. ആദ്യത്തെ 5 പട്ടികയും വിഷ്ണു തന്നെ ആയിരിക്കും കൊണ്ടുപോവാ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ചേട്ടാ, ഈ GH നിലവറയുടെ കാര്യം ചോദിക്കുകയാണ്. GH നിലവറകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മറഞ്ഞു കിടന്നു എന്ന് പറയുന്നു. അത് ഇതുവരെ തുറന്നിട്ടില്ലേ? രണ്ടാമത്തെ ഒരു കാര്യം, B നിലവറ ഇതുവരെ തുറന്നിട്ടില്ലേ? തുറന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ B നിലവറയിൽ എന്താണുള്ളതെന്ന് ഒരു സ്ഥലത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? താങ്കളുടെ ഒരു അസംഷനിൽ അതിനകത്ത് എന്താകാനാണ് സാധ്യത B നിലവറയ്ക്കകത്ത്? കാരണം ഭഗവാൻ പത്മനാഭന്റെ ആ വിഗ്രഹത്തിന്റെ തൊട്ട് താഴെയാണ് B നിലവറ ഡയറക്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടുകൂടെ ചോദിക്കുകയാണ്, ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുക. B നിലവറയാണ് ഉള്ളതിൽ ഏറ്റവും വലിയ നിലവറ. അതുകൊണ്ട് തന്നെ നിക്ഷേപമാണെങ്കിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപം അതിന്റെ അകത്താവാനാണ് സാധ്യത. B നിലവറയെ സംബന്ധിച്ച് ഐതിഹ്യങ്ങളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. മതിലകം രേഖകളിലായിക്കോട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള രേഖകളിലായിക്കോട്ടെ. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണല്ലോ. ഇപ്പൊ സിലപ്പതികാരം മുതൽക്കുള്ള കൃതികളിൽ
സംഘകാല ലിറ്ററേച്ചറിൽ വരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. സിലപ്പതികാരമൊക്കെ ഉണ്ടാവുന്നത് BC-ക്ക് മുൻപാണ്. സിലപ്പതികാരത്തിൽ വരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. അവിടെ ഇത്രയും ധനാഢ്യനായിട്ടുള്ള വിഷ്ണു എന്നുള്ള രീതിയിൽ ആ ക്ഷേത്രത്തെ വിവരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ വലിയ എന്താ പറയാ ധനനിക്ഷേപം അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അത് ഒരുപാട് കാലഘട്ടങ്ങളിൽ ചരിത്രത്തിന്റെ നിരവധി സന്ദർഭങ്ങളിലൂടെ മാറി മാറി പറഞ്ഞു വന്നിട്ടുള്ളതാണ്. നേരത്തെ ഗോപാൽ സുബ്രഹ്മണ്യം പറഞ്ഞിട്ടുള്ള 200 സ്വർണ്ണ നാണയങ്ങൾ എന്ന് പറയുന്നത് റോമൻ കോയിൻസ് ആണ്, മലയാളി കോയിൻസ് പോലുമല്ല, റോമൻ ഗോൾഡ് കോയിൻസ് അതിന്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ചേരൻ ചെങ്കുട്ടവൻ ധാരാളം സ്വർണം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചതായിട്ട്, ചേര രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവൻ സമർപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ മതിലകം രേഖകൾ തന്നെ ഉണ്ടാക്കുന്നത് 15-ാം നൂറ്റാണ്ടില് ഈ പറയുന്ന വേണാട്ടരസനായിരുന്ന ഇരവി വർമ്മന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്തുള്ള ക്ഷേത്രത്തിലെ സമ്പത്തിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു എന്താ പറയാ ഒരു നിക്ഷേപം അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഐതിഹ്യത്തിൽ പറയുന്നത് പല കഥകളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് അഗസ്ത്യമുനിയുടെ സമാധി സ്ഥാനമാണ് നിലവറ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ നിലവറ തുറക്കരുത്, നിലവറ തുറക്കുന്നത് അനർത്ഥം ഉണ്ടാവും എന്ന് പല ആൾക്കാരും പറയാനുള്ള കാരണം. ഇപ്പൊ സുന്ദരരാജൻ എന്ന് പറയുന്ന ഒരാളുടെ ഹർജിയെ തുടർന്നിട്ടാണ് ഈ നിലവറ തുറക്കുന്ന പ്രശ്നം വന്നത്. ഞാൻ തിരുവനന്തപുരത്ത് LLB-ക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു, എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അന്ന് അവിടെ നടന്നിരുന്ന ബഹളവും പ്രക്ഷോഭവും ഒക്കെ. ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ LLB പഠിച്ചത്. അപ്പോ 2009-2010 കാലഘട്ടത്തിലാണ്. അങ്ങനെ 2011 ഈ സുന്ദരരാജന്റെ ഹർജി പരിഗണിച്ചിട്ട് സുപ്രീം കോടതി നിലവറ തുറക്കാൻ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ സുന്ദരരാജൻ മരിച്ചു. സുന്ദരരാജൻ മരിച്ചതോടുകൂടി ഭയങ്കരമായിട്ടുള്ള പാനിക് ഉണ്ടായി ആളുകളെ സംബന്ധിച്ചിടത്തോളം. രണ്ടു പക്ഷം, അതായത് ഇത് നിലവറ തുറക്കാൻ പറഞ്ഞതുകൊണ്ട് ദേവശിക്ഷ കിട്ടിയിട്ടാണ് സുന്ദരരാജൻ മരിച്ചതെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതല്ല, അദ്ദേഹത്തിന്റെ ദൗത്യം, അദ്ദേഹത്തിന്റെ നിയോഗമായിരുന്നു ഈ നിലവറകൾ തുറപ്പിച്ച് ഇൻവെന്ററി നടത്തിക്കുക എന്നുള്ളത്. ആ നിയോഗം നിറവേറ്റിയതിനു ശേഷം അദ്ദേഹം വിഷ്ണുവാത്തിൽ ലയിച്ചു, അദ്ദേഹത്തിന് മുക്തി കിട്ടി എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. നിലവറ തുറന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ. പ്രത്യേകിച്ചും ഈ നിലവറ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണം തന്നെ. ഇതിന്റെ വാതിലിന്റെ മുകളിൽ 2 സർപ്പങ്ങൾ, വിഷസർപ്പങ്ങളുടെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. ഉഗ്രനരസിംഹമൂർത്തി ഈ നിലവറയ്ക്ക് കാവൽ നിൽക്കുന്നു എന്നാണ് സങ്കല്പം. അതേപോലെ തന്നെ ഒരു യക്ഷി, ഈ യക്ഷി ഈ നിലവറയ്ക്കുള്ളിൽ വസിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. എന്തൊരു പേര് പറയും, പേര് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആ യക്ഷിയുടെ ചിത്രമൊക്കെ അവിടുത്തെ ചുവർച്ചിത്രങ്ങളിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തുറന്നാൽ അനർത്ഥം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ദേവപ്രശ്നം നടത്തിയപ്പോൾ ദേവപ്രശ്നത്തിൽ ഒരു കാരണവശാലും നിലവറ തുറക്കാൻ പാടില്ല, നിലവറ തുറന്നു കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കും എന്നാണ് പറഞ്ഞത്. ഭക്തജന പ്രക്ഷോഭം ഉണ്ടായി. തന്ത്രിയാവട്ടെ, പുഷ്പാഞ്ജലി സ്വാമിയാരാവട്ടെ, നമ്പിമാരാവട്ടെ, ഇവരൊന്നും നിലവറ തുറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. തിരുവിതാംകൂർ രാജകുടുംബം നിലവറ തുറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം നിലവറ തുറക്കരുത് എന്നുള്ള നിലപാടിലാണ് ഉണ്ടായത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവരാരും നിലവറ തുറക്കാൻ ധൈര്യപ്പെട്ടില്ല. പിന്നീട് 2015-ലോ 2016-ലോ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവറ തുറക്കാൻ ശ്രമിച്ചെങ്കിലും നിലവറ തുറക്കാൻ സാധിച്ചില്ല. നിലവറയുടെ ഈ ആന്റീരിയർ ചേംബർ എന്ന് പറയില്ല, പുറത്തെ അറ, ഈ പുറത്തെ അറ മാത്രമേ തുറക്കാൻ സാധിച്ചുള്ളൂ, ഉള്ളിലെ അറ തുറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ആ പുറത്തെ അറ തുറക്കാനായിട്ട് ശ്രമിച്ചപ്പോ അതിന്റെ പൂട്ട് തുരുമ്പെടുത്തിരിക്കുകയായിരുന്നെന്നും ആ പൂട്ടിൽ കൊണ്ട് കൈമുറിഞ്ഞ് ആ നിലവറയ്ക്കുള്ളിൽ രക്തം വീണപ്പോ ശുദ്ധികലശം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും അത് അടച്ചെന്നും പിന്നെ ദൈവപ്രശ്നം വെച്ച് തുറക്കാൻ സാധിച്ചില്ല എന്നുമാണ് അത് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ആ നിലവറ തുറന്നതായിട്ട് പല രേഖകളിലും പറയുന്നുണ്ട് എന്നാണ് ആ നിലവറ തുറക്കണം എന്ന ആഗ്രഹമുള്ളവർ പറയുന്നത്. കാരണം പല രേഖകളിലും ഇത് പല കാലഘട്ടങ്ങളിൽ തുറന്നിട്ടുള്ളതാണ്, ഓഡിറ്റ് നടത്തിയിട്ടുള്ളതാണെന്ന് പറയുന്നത്. അത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവര് പറയുന്നത് തുറന്നു എന്ന് പറയുന്നത് ഈ ആന്റീരിയർ ചേംബർ ആണ്, ഈ പുറത്തെ ഉള്ള ഈ പുറമറ മാത്രമാണ്. അകത്തെ അറ തുറന്നത് 1880-ലോ മറ്റോ ആണ്. അന്ന് ഇൻവെന്ററി തയ്യാറാക്കിയ സമയത്താണ്. എന്തായാലും ഒരു നൂറ്റാണ്ടിനിടയിൽ അത് തുറന്നിട്ടില്ല. ഇനി 1880-ൽ തുറന്നപ്പോ എന്താ സംഭവിച്ചെന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് യാതൊരു പരാമർശവും ഇല്ലതാനും. അന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സർപ്പദംശനം ഉണ്ടായോ, പാമ്പിനെ കണ്ടോ, യക്ഷിയെ കണ്ടോ, അങ്ങനെയുള്ള യാതൊരു പരാമർശവും. എന്നാൽ അന്ന് നടത്തിയിട്ടുള്ള ഇൻവെന്ററി എന്താണ്, ആ ഇൻവെന്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഒരു തെളിവും നമുക്കിപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പല കഥകളും ഞാൻ ഈ പറഞ്ഞ പോലെ അഗസ്ത്യ മഹർഷി തെക്കേ ഇന്ത്യയിലേക്ക് വന്നു എന്നൊരു പ്രബലമായിട്ടുള്ള സിദ്ധാന്തം ഉണ്ടല്ലോ. ഈ ശിവപാർവതി വിവാഹം ഉണ്ടായ സമയത്ത് എല്ലാ ദേവന്മാരും, എല്ലാ ദേവതമാരും, സപ്തർഷിമാരും എല്ലാവരും ഈ കൈലാസത്തിൽ വന്നപ്പോ ഈ ഭൂമിയുടെ ഒരു ബാലൻസ് ശരിയായില്ല അതും. അതുകൊണ്ട് തന്നെ ഈ ഭാരം തുല്യാക്കാൻ വേണ്ടിയിട്ട് അഗസ്ത്യ ഋഷീനെ അയച്ചു ഒരു കഥയുണ്ട്. അപ്പോ ഇത്രയും ദേവചൈതന്യത്തിന്, ഇത്രയും ഭാരത്തിന് തുല്യാണ് കുള്ളനായിരുന്ന അഗസ്ത്യൻ എന്നാണത് സൂചിപ്പിക്കുന്നത്. അഗസ്ത്യന്റെ മഹാത്മ്യത്തിന് വേണ്ടി പറയുന്ന ഒരു കഥയാണത്. സകല ദേവന്മാരും വടക്കേ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ അഗസ്ത്യൻ മാത്രം തെക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ആയി എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അഗസ്ത്യൻ തെക്കോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ
നമ്മുടെ ലിറ്ററേച്ചറിൽ ഉടനീളം കാണുന്നുണ്ട്. ഇപ്പൊ വിന്ധ്യ പർവ്വതത്തിന്റെ ശമിപ്പിച്ച കഥയുണ്ട്. വിന്ധ്യൻ ഇങ്ങനെ ഹിമാലയത്തിനേക്കാൾ വലിയ പർവ്വതമാണ് താനെന്ന് കാണിക്കാൻ വേണ്ടി അതിന്റെ ശാഖകളൊക്കെ വിടർത്തി നിന്നപ്പോ ഞാൻ മടങ്ങി വരുന്നത് വരെ വിനയത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ വിന്ധ്യപർവ്വതം അഗസ്ത്യ മഹർഷിനെ കണ്ടപ്പോ വിനയപൂർവ്വം തല താഴ്ത്തി നിന്നു, രൂപം ചെറുതാക്കി. ഞാൻ മടങ്ങി വരുന്നവരെ ഇങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് തെക്കോട്ട് പോയാൽ പിന്നെ ഒരിക്കലും വടക്കോട്ട് വന്നില്ല. ഇതൊരു കഥയുണ്ട്. അതുകൊണ്ടാണ് വിന്ധ്യപർവ്വതം ഇങ്ങനെ ചെറുതായി നിൽക്കുന്നത്. കഥയില് അഗസ്ത്യൻ പിന്നെ വടക്കോട്ട് പോയിട്ടില്ല, തെക്കോട്ടാണ് വന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് പല പ്രദേശങ്ങളും അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് താനും. ഉദാഹരണത്തിന് അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അഗസ്ത്യ മഹർഷി തപസ്സിരുന്ന സ്ഥലമാണ് ബോണക്കാട് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ അഗസ്ത്യ മഹർഷിയുടെ കഥ കേട്ടില്ല. അഗസ്ത്യ മഹർഷി കുള്ളനായിരുന്ന ആളാണ്, കുറിയ മനുഷ്യനായിരുന്ന ആളാണ്. പക്ഷെ എന്താ പറയാ, വലിയ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ്. എന്താണ്, നർമ്മദാ നദി മറ്റേ പ്രളയത്തിൽ ആർത്തലച്ച് വന്നപ്പോ തന്റെ കമണ്ടലുവിന്റെ ഉള്ളിൽ നർമ്മദേനെ മുഴുവൻ ഒതുക്കി. അതേപോലെ തന്നെ വാതാപി ഇൽവലൻ എന്ന് പറയുന്ന രണ്ട് രാക്ഷസന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു. തെക്കൻ കളരിപ്പയറ്റിന്റെ ഉപജ്ഞാതാവ് അഗസ്ത്യ മഹർഷിയാണെന്ന് പറയുന്നുണ്ട്. സിദ്ധ പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ്, നമ്മുടെ തമിഴ് സിദ്ധ ശൈവ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രസ്ഥാനത്ത് കാണുന്ന ഋഷി അഗസ്ത്യ ഋഷിയാണ്. തമിഴ് ഭാഷയുടെ പിതാവ് അഗസ്ത്യ ഋഷിയാണ്. തമിഴ് ഭാഷയുടെ ഉപജ്ഞാതാവായിട്ട് പരിഗണിക്കുന്നത് അഗസ്ത്യ ഋഷിനെയാണ്. അപ്പൊ എന്തായാലും ഞാൻ അഗസ്ത്യമുനിയുടെ സമാധിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ബോണക്കാടിന്റെ കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാല്, ബോണക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഇതാണ്, ബോൺസായി വനാണ്. അവിടെ അഗസ്ത്യ ഋഷിയുടെ സ്വഭാവത്തിലാണ് അവിടെ എല്ലാം ഉള്ളത്. മരങ്ങൾ ചെറുതാണ്. അവിടെ ഒരു ആനയുണ്ട്, കല്ലാന എന്നാ പറയാ. അതായത് ഈ ബോണക്കാടിനുള്ളിൽ ഒരിഞ്ഞിരിക്കാനുള്ള വലുപ്പമേ അവിടുത്തെ ആനയ്ക്ക് പോയുള്ളൂ. അങ്ങനത്തെ ചെറുതാണ്. അപ്പൊ അഗസ്ത്യ മഹർഷിയുടെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിന് പറയുന്ന ഒരു കഥയാണത്. അപ്പൊ അങ്ങനെ മാത്രമല്ല, നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഏതെങ്കിലും സിദ്ധന്റെ സമാധി സ്ഥാനങ്ങളാണ്. ഇപ്പൊ പഴനിമല എന്ന് പറഞ്ഞാൽ ഭോഗരുടെ സമാധി സ്ഥാനമാണ്. രാമേശ്വരം എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയുടെ സമാധി സ്ഥാനമാണ്. ഇങ്ങനെ ഏത് ക്ഷേത്രം എടുത്താലും, ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് അയ്യപ്പന്റെ സമാധി സ്ഥാനമാണല്ലോ. അയ്യപ്പൻ അവിടെ ഇരുന്ന് സമാധിയായി എന്നുള്ളതാണല്ലോ അവിടുത്തെ ശബരിമല പറയുന്നത്. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് പരശുരാമന്റെ സമാധിയാണെന്നും പറയുന്നുണ്ട്. പല വാദങ്ങൾ പല ഭാഗത്തേക്ക് നടക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യയിലുള്ള ഏത് ക്ഷേത്രം, പ്രധാന ക്ഷേത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ക്ഷേത്രങ്ങളായിരിക്കും സമാധി സ്ഥാനങ്ങൾ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അപ്പോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അഗസ്ത്യ ഋഷിയുടെ സമാധി സ്ഥാനമാണെന്നും അദ്ദേഹം അവിടെ സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണമല്ല, നിർവികൽപ്പ സമാധിയാണ്. ഏത് സമയത്തും വീണ്ടും എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്, ധ്യാനാണ്. ആ ധ്യാനം ഭംഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ അനർത്ഥം ഉണ്ടാക്കുന്നു പറയുന്നവരുണ്ട്. അതല്ല, ബലരാമൻ പണ്ട് മറ്റേ ശേഷനാഗത്തിന്റെ അവതാരമായിരുന്ന ബലരാമൻ പണ്ട് പഞ്ചതീർത്ഥത്തിൽ കുളിക്കാൻ വന്നപ്പോ ഋഷിമാരും സിദ്ധന്മാരും എല്ലാം അദ്ദേഹത്തെ കാണാൻ വന്നു. അവർക്കെല്ലാം ഇരിക്കാൻ തന്റെ ചുറ്റും ഉചിതമായിട്ടുള്ള ഇടം കൊടുത്തു. അപ്പൊ ശേഷനാഗവും ശേഷനാഗത്തെ ചുറ്റി സിദ്ധന്മാരും അവിടെ ഇരിക്കുന്നുണ്ടെന്നും. അനന്തനാണല്ലോ ഈ ബലരാമനായിട്ട് അവതരിക്കുന്നത്. അപ്പൊ അതാണ് ഈ ബി നിലവറയ്ക്കുള്ളിൽ ഇരിക്കുന്നത് എന്നൊരു സങ്കല്പമുണ്ട്. ബി നിലവറ തുരങ്കാണ് എന്ന് പറയുന്നവരുണ്ട്. ബി നിലവറ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിന് വെള്ളം വന്നിട്ട് ഈ നഗരം മുഴുവൻ മുങ്ങിപ്പോവും എന്ന് പറയുന്നവരുണ്ട്. ഇതൊന്നും നമുക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നില്ല. ഇതെല്ലാം വളരെ എന്താ പറയാ, പക്ഷെ പ്രചാരത്തിലുള്ള വളരെ പ്രബലമായിട്ടുള്ള ഐതിഹ്യങ്ങളാണ്. ഏതായാലും ബി നിലവറ തുറക്കരുത് എന്നുള്ളതാണ് ഈ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന, വിശ്വാസപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ എല്ലാം പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഏതെങ്കിലും കാലത്ത് ഒരു ദേവപ്രശ്നത്തിൽ, അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ദേവഹിതം ബി നിലവറ തുറക്കുന്നതിന് അനുകൂലമായി വരികയാണെങ്കിൽ തുറക്കുന്നതിൽ അപകടമില്ല. കാരണം ഇവിടെ ദേവന്റെ ഹിതം, ദേവന്റെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ഏറ്റവും അവസാനം നടത്തിയിട്ടുള്ള ദേവപ്രശ്നത്തിൽ ദേവൻ അത് വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും അത് വേണ്ട എന്നുള്ള പക്ഷക്കാരനാണ്. എന്ത് തന്നെയായിരുന്നാലും പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിലവറ ഇതിനോടകം തുറന്നു കഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഞാനിപ്പോ ഫോണിൽ സെർച്ച് ചെയ്യായിരുന്നു ആ നിലവറയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അതിനകത്തുനിന്ന് കണ്ടെടുത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ, എന്താണ് അതിനകത്ത് അവര് കണ്ടെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എല്ലാം വളരെ സീക്രട്ട് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂട്ടത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുറച്ച് ഓർമ്മകളോടുകൂടി പങ്കുവയ്ക്കാൻ സാധിച്ചു. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. വേറൊരു ചർച്ചയുമായിട്ട്, ഇതുപോലെയുള്ള ആരോഗ്യകരമായിട്ടുള്ള കൗതുകപരമായിട്ടുള്ള ചർച്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ. താങ്ക് യു.